ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം. പ്രിയമിത്രങ്ങളെ, ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് ശാരദാഷ്ടകം 3-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവി നൈവ മതഭേദനിർഗമാൻ ദുർഗമാൻ ജിഗമിഷാമ്യഹം പഥ ത്വാം പരാം ഗതിമുപൈമി കാദരഃ ശാരദേ ശ്രുതി വിശാരദാർച്ചിതേ. ഇതിന്റെ പദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദേവി നൈവ മതഭേദ നിർഗമാൻ ദുർഗമാൻ ജിഗമിഷാമി അഹം പദ ത്വാം പരാം ഗതിം ഉപൈമി കാദര ശ്രുതി വിശാരദാർച്ചിതേ. ഇനി നമ്മൾ പദച്ഛേദം ചെയ്തതിനെ അന്വയാർത്ഥത്തിലൂടെ കൊണ്ടുപോവുകയാണ്. ദേവി, അല്ലയോ ദേവി, മതഭേദ നിർഗമാൻ, മതഭേദങ്ങൾ കൊണ്ട് ആവിർഭവിക്കുന്ന, ദുർഗമാൻ, സഞ്ചരിക്കുവാൻ പ്രയാസമുള്ള പദമാർഗങ്ങളെ അഹം, ഞാൻ, നൈവ ജിഗമിഷാമി, പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ശ്രുതി വിശാരദാർച്ചിതേ, വേദോപനിഷത്തുകളിൽ നിപുണത നേടിയ ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്ന, ശ്രുതി സ്മൃതി പുരാണങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെയാണ് വേദോപനിഷത്തുകളിൽ നിപുണത നേടിയ ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്ന എന്ന അർത്ഥം വരുന്നത്. ശാരദേ, ശാരദാദേവി, കാദര അഹം, ഭയശീലനായ ഞാൻ, ത്വാം, ഭവതിയെ, പരാംഗതിം, പരമാശ്രയമായിട്ട്, ഉപൈമി, പ്രാപിക്കുന്നു. ഇനി നമ്മളതിൻ്റെ കൂട്ടർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലയോ ദേവി, മതഭേദങ്ങൾ കൊണ്ട് സംജാതമാകുന്ന, ആവിർഭവിക്കുന്ന ദുർഘടങ്ങളായ, ദുർഗമങ്ങളായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തത്വവേദികളായ ജ്ഞാനികളാൽ പൂജിക്കപ്പെടുന്ന അല്ലയോ ദേവി, ചഞ്ചലചിത്തനും ഭയചകിതനുമായ ഞാൻ ഭവതിയെ ആത്മാർപ്പണത്തോടുകൂടി ആശ്രയിക്കുന്നു. മതഭേദങ്ങളും ജാതിഭേദങ്ങളും കൊണ്ടൊക്കെ ഇവിടെ സംജാതമായിരുന്ന ധാരാളം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അത്തരം ദുർഘടങ്ങളായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു ആശയം ഇവിടെ വരുന്നുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹനീയമായ ഒരു സാരോപദേശം ലോകത്തിന് സമ്മാനിച്ച മഹാഗുരുവിന്റെ പ്രിയ ശിഷ്യനാണ് കുമാരനാശാൻ. ഗുരുദേവൻ ഉപദേശിച്ച മാർഗത്തിലൂടെ ചരിച്ച് ജീവിതത്തെ എപ്രകാരം ധന്യമാക്കാമെന്ന് അനുഭവിച്ചറിഞ്ഞയാളാണ് കുമാരനാശാൻ. സമൂഹം നന്നാകണമെങ്കിൽ സമൂഹ സൃഷ്ടിയുടെ മെറ്റീരിയലായ മനുഷ്യൻ നന്നാകണം എന്നാണ്, മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്നതിലൂടെ ഗുരുദേവൻ ലോകത്തെ പഠിപ്പിച്ചു തന്നത്. ജാതിഭേദങ്ങളുടെയും മതദ്വേഷങ്ങളുടെയും പേരിൽ സംജാതമാകുന്ന
സംഘർഷങ്ങൾക്കുള്ള ഒന്നാം തരം പരിഹാരത്തെയാണ് ഗുരുദേവൻ ഈ വരികളിലൂടെ ലോകത്തിന് സമ്മാനിച്ചത്. മനുഷ്യ മനസ്സുകൾ നന്മയാർന്നതാകണം. ഏതു മതവിശ്വാസിയായാലും സഹജീവി സ്നേഹവും കരുണയും ധർമ്മബോധവുമുള്ള മനസ്സിന്റെ ഉടമയാണെങ്കിൽ അയാളിൽ നിന്ന് മറ്റൊരാൾക്കോ മറ്റൊരു കുടുംബത്തിനോ സമൂഹത്തിനോ ദോഷകരമായോ വേദന നൽകുന്നതോ ആയ ചിന്തയോ പ്രവൃത്തിയോ ഉണ്ടാകുകയില്ല. സമൂഹം അഥവാ ലോകം ശാന്തിപൂർണമായിരിക്കുവാൻ ഇപ്രകാരം നിർമ്മല മാനസരായ വ്യക്തികളുടെ സൃഷ്ടി സംഭവിക്കണം. ആ ഗുരുവിന്റെ ചിന്താധാരകളെ അതേപോലെ തന്നെ ഉയർത്തിപ്പിടിക്കുകയാണ് ആശാനിവിടെ. അതിനായി ആദിപരാശക്തി തന്നെയായ ശാരദയോട് അപേക്ഷിക്കുകയാണ്. മതം എന്നാൽ അഭിപ്രായം എന്നാണ് ഗുരുദേവൻ ഒരർത്ഥം പറഞ്ഞു തരുന്നത്. അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിനാം മതസ്യ സാര സർവോപ്പി വാക്യവൈചിത്ര്യഭൂഷിതാഹ എന്നാണ്. മാർഗങ്ങൾ പലതായിരിക്കും, പക്ഷെ ലക്ഷ്യം ഒന്നാണ്. തത്വവേദികളായ ജ്ഞാനികൾ അത്തരം മാർഗങ്ങളെ അവരുടേതായ ഭാഷയിൽ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ വാക്കുകൾക്കൊക്കെ വ്യത്യാസം കണ്ടേക്കാം. എന്നാൽ ആത്യന്തികമായി ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് പഠിപ്പിച്ചു തരികയാണ്. അപ്പോഴിവിടെ മാർഗം ഏതായാലും നേടേണ്ടത് മനസ്സിന്റെ സമനിലയാണെന്നൊരു പാഠം ആശാൻ പകർന്നു തരികയാണ് ഇവിടെ. ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, അങ്ങനെ നിരവധി മാർഗങ്ങൾ പറയുന്നുണ്ട്. ഇപ്രകാരമുള്ള മാർഗങ്ങളിൽ ഏതൊരെണ്ണം എടുത്ത് പരിശോധിച്ചാലും തത്വവേദികളായ ജ്ഞാനികളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ നമുക്കതിൽ കാണാം. അതിനെയാണ് മതഭേദങ്ങൾ എന്നതുകൊണ്ട് ആശാൻ ഇവിടെ സുവിദിതമാക്കുന്നത്. ഭക്തിയെക്കുറിച്ചാണ് നാരദ ഭക്തി സൂത്രത്തിൽ പഠിപ്പിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് പറഞ്ഞു തരുന്നു. ഭക്തിയാകട്ടെ സർവേശ്വരനോടുള്ള പരമപ്രേമത്തിന്റെ ഉറച്ച നിലയാണ് എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. അപ്പോൾ സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് പറഞ്ഞാൽ ഭക്തിയാകട്ടെ സർവേശ്വരനോടുള്ള പരമപ്രേമത്തിന്റെ ഉറച്ച നിലയാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. നാരദഭക്തി സൂത്രം 2-ാം അധ്യായം ഭാഗം 1 വേറൊരു മന്ത്രം പറയുന്നുണ്ട്. സാത്വ കർമ്മജ്ഞാന യോഗേഭ്യോ അപ്യധികതര എന്നാണ് ആ മന്ത്രം. ഇതിന്റെ അർത്ഥം ഒരു സാധന എന്ന നിലയ്ക്ക് ഭക്തിയോഗം തീർച്ചയായും ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും യോഗമാർഗത്തെക്കാളും എത്രയോ മഹിമയേറിയതാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി ഭഗവത്ഗീതയിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ഭഗവത്ഗീതയിൽ പറയുകയാണ്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം, ഒരിക്കലും ഫലത്തിൽ ഇല്ല. ഫലം കൊതിച്ച് പ്രവർത്തിക്കരുത്, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു തരണം ഒരിടത്ത്. ഇനി ഗീത 5-ാം അധ്യായം 16-ാം ശ്ലോകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചാല്, ജ്ഞാനേന തു തതജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ഇതിന്റെ സാരം നോക്കിയാല്, വിവേകജ്ഞാനം കൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണ നീങ്ങിയാല് ആ തത്വബോധം കൊണ്ട് ആ പരമാത്മതത്വം സൂര്യനെപ്പോലെ അവരിൽ വിളങ്ങുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി പറയാം, ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ ശ്രേഷ്ഠതരമാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ എനിക്കിതൊക്കെ ദുർഘടങ്ങളായി തോന്നുന്നു, ദുർഗമങ്ങളായി തോന്നുന്നു. ഭക്തിയും വിരക്തിയും ജ്ഞാനവുമൊക്കെ ഉണ്ടായിട്ടും വളരെ കഷ്ടതകളെയും ദുർഘടമായ പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്ന പുരാണ പുരുഷന്മാരെയൊക്കെ നമുക്കറിയാം. ഇത്തരം ദുർഗമങ്ങളിൽ പെടാതിരിക്കുവാൻ അഥവാ
വിധിഹിതമായി പെട്ടുപോയാൽ തരണം ചെയ്തു പോരുവാനും ഹേ ശാരദാംബേ, ചഞ്ചലചിത്തനായ ഞാൻ അമ്മയുടെ പാദാംബുജത്തിൽ അഭയം തേടുകയാണ്. അപ്പോ കുറെ അധികം കാര്യങ്ങൾ അറിയാം, പക്ഷേ അതിലൊന്നിലും ഉറച്ചൊരു നിശ്ചയമില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സ് അത് വേണോ ഇത് വേണോ എന്നൊരു ചാഞ്ചാട്ടം സംഭവിക്കും മനസ്സിന്. അപ്രകാരം ചാഞ്ചാട്ടം ഉള്ള മനസ്സിന്, ചഞ്ചലചിത്തനായി പോയ ആ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ടെന്ന് പറയുകയാണ് ഇവിടെ. എന്താണ്? അമ്മയുടെ പാദത്തിൽ അഭയം നേടിയാല്, അമ്മയുടെ പാദത്തിൽ അണഞ്ഞാല് ഈ പറയുന്ന മനസ്സിന്റെ ചാഞ്ചാട്ടമൊക്കെ നിലച്ച് ഏകാഗ്രചിത്തതയോടുകൂടി ശാന്തി തീരത്തണയുവാൻ സാധിക്കും. ആ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു വരാൻ ആശാൻ ഈ ഒരു ചിന്താധാരയോട് കൊണ്ടുപോവുകയാണ് നമ്മളെ. അപ്പൊ ആശാന് ഈ ഒരു ചിന്താധാര കടന്നു വരുവാൻ പ്രേരണാശക്തിയായി പ്രകാശിക്കുന്നത് ഗുരുദേവൻ തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എന്താ കാരണം? ഷൺമുഖ സ്തോത്രം 9-ാം ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചേ. ലുപ്തപിണ്ഡ പിതൃപ്രതിക്രിയ ചെയ്വതിന്നുമിതൊന്നിനും ക്ലിപ്തമില്ലയനീക്കു താവക പാദസേവനമെന്നീ. ഇതിന്റെ സാരം, പിതൃക്കൾക്ക് പിണ്ഡം മുടങ്ങിയാൽ വരാവുന്ന ദോഷത്തിന് പരിഹാരമോ അതുപോലുള്ള മറ്റു കാര്യങ്ങളോ അനുഷ്ഠിക്കുന്നതിനൊന്നും നിശ്ചയമോ നിർബന്ധമോ എനിക്കില്ല. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട്. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ സർവസംതൃപ്തിയും വന്നു ഭവിക്കും. അതുപോലെ ദേവീകാരുണ്യത്തിനായുള്ള പ്രാർത്ഥനയാണ് ദുർഗമങ്ങളായ പാതയിൽ നിന്നും അടിയനെ കാത്തുരക്ഷിച്ചു നയിക്കണമേ എന്ന് ആശാൻ നമ്മളെ കൊണ്ടിവിടെ പ്രാർത്ഥിപ്പിക്കുന്നത്. വേദോപനിഷത്തുകളില് വിശാരദന്മാരായ ജ്ഞാനികൾ പോലും ആത്മാനുഭൂതിക്കായിട്ട് വിദ്യാദേവതയായ ശാരദയെ ഉപാസിക്കുന്നു. ലോകമാതാവായ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ജനനീ നവരത്നമഞ്ജരി ചൊല്ലിയ അതേ സ്ഥാനത്ത്, അതേ ഭൂമിയിൽ എവിടെ നിന്നാണോ ശ്രീനാരായണ ഗുരുദേവൻ ആ ജനനീ നവരത്നമഞ്ജരി ആ തിരുനാവിൽ നിന്നും ഒഴിഞ്ഞ ലോകത്തിന് ലഭിച്ചത്, ആ മണൽത്തരികൾക്ക് മേലെ ശാരദാമഠം സ്ഥാപിച്ചു. ഇപ്പോഴിതാ ഗുരുദേവൻ ശാരദ പ്രതിഷ്ഠയും നടത്തിയിരിക്കുന്നു. ഇതിനൊക്കെ സാക്ഷിയായ കവി സ്വന്തം അനുഭവത്തിൽ നിന്ന് ലോകത്തോട് പറയുകയാണ്, ഈ ശാരദാദേവി ശ്രുതി വിശാരദാർച്ചിതയാണെന്ന്. പലതിൽ ഭ്രമിച്ച് മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുവാൻ സാധിക്കാതെ മനസ്സ് ചഞ്ചലപ്പെട്ടതിൽ ഭയന്നുപോയ ഞാൻ ഇതാ സർവവും ദേവീപാദങ്ങളിൽ സമർപ്പിച്ച് ശാന്തി തീരത്തണഞ്ഞിരിക്കുന്നു. അമ്മേ ശാരദേ, പരഗതി അരുളിയാലുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ശ്ലോകവുമായി അടുത്ത ക്ലിപ്പിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുരുദേവ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.